സ്നേഹവന്ദനങ്ങൾ. വീണ്ടും ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ കൗശലങ്ങളും ഉപായങ്ങളും ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവും ഇല്ലതാനും. ദൈവിക കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എന്ന വിധത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് ആയത് ദൈവം അംഗീകരിക്കും അല്ലെങ്കിൽ അനുഗ്രഹിക്കും എന്ന് കരുതുന്ന അനേകരുണ്ട്. സഭയിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാൻ കാണിക്കുന്ന ഉപായങ്ങൾ കണ്ടിട്ടില്ലേ? സുവിശേഷ വേലയ്ക്ക് എന്ന് പറഞ്ഞ് ഉപായരൂപേണ പണം പിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പേരിനും പെരുമയ്ക്കും പണത്തിനും വേണ്ടി ഉപായം പ്രയോഗിച്ച് ആളുകളെ കൂട്ടുവാൻ ശ്രമിക്കുന്നത് ഇന്ന് നാട്ടിൽ പാട്ടായിട്ടുള്ള കൗശല വിദ്യകളാണ്. അങ്ങനെ കൗശലം ഉപയോഗിച്ച് ആളെ കൂട്ടിയിട്ട് ആളുകൾ കൂടിയത് ദൈവനാമ മഹത്വത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ അതിൽ ദൈവമില്ലല്ലോ. അതോർക്കണം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നുള്ളത് ഒരിക്കലും ക്രിസ്തീയ പ്രമാണമല്ല. ലക്ഷ്യവും അതിനുപയോഗിക്കുന്ന മാർഗവും ദൈവഹിതപ്രകാരമല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചേ മതിയാകും. യാക്കോബ് തൻ്റെ കൗശലത്തിലൂടെ ജ്യേഷ്ഠനെയും അപ്പനെയും അമ്മായിയപ്പനെയും എല്ലാം വഞ്ചിക്കുന്നത് നാം പഠിക്കുന്നു. അതൊന്നും ദൈവത്തിന് അംഗീകാര്യം ആയിരുന്നില്ല എന്ന് മാത്രമല്ല, യാക്കോബ് അതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കേണ്ടിയും വന്നു. ഇന്നത്തെ പഠനത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവഹിതപ്രകാരമാണോ ചെയ്യുന്നത്, അതോ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? ഇന്നത്തെ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിലെ ചിന്താവിഷയം വളരെ രസകരമാകുന്നു. യാക്കോബും മമ്മി റിബേക്കയും കൂടി ഇസഹാക്കിൽ നിന്നും അനുഗ്രഹം തട്ടിയെടുക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ഈ പറഞ്ഞ അനുഗ്രഹം ഇസഹാക്ക് ഏശാവിന് നൽകുവാൻ പരിപാടിയിട്ടിരുന്നതാണ്. ഈ ഭാഗം പലർക്കും വളരെ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നതായതിനാൽ അല്പം ശ്രദ്ധിച്ച് ചിന്തിച്ച് എന്നോടൊപ്പം പഠിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തൻ്റെ പിതാവിൽ നിന്നുള്ള അനുഗ്രഹം യാക്കോബ് ആഗ്രഹിച്ചിരുന്നു. തൻ്റെ അമ്മയോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം യാക്കോബിന് അറിയുകയും ചെയ്യാമായിരുന്നു. അതായത് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. അങ്ങനെ അനുഗ്രഹം ഇതിനോടകം തന്നെ അവൻ്റേതായതായിരുന്നു. എന്നിരുന്നാലും യാക്കോബ് ദൈവത്തിൻ്റെ നടത്തിപ്പിൽ വിശ്വസിച്ചില്ല. വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവൻ്റെ അമ്മയും അതേ വഴിയിലായിരുന്നു. അവരും ദൈവത്തിൽ വിശ്വസിച്ചില്ല. ഇനിയും അവൻ്റെ പിതാവിൻ്റെ കാര്യമെടുത്താലോ, അവനും ഈ കാര്യത്തിൽ ദൈവം പറഞ്ഞത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചിരുന്നെങ്കിൽ യാക്കോബിനെ വിട്ടിട്ട് ഏശാവിനെ അനുഗ്രഹിക്കുവാൻ ശ്രമിക്കുമായിരുന്നില്ലല്ലോ. ഇസഹാക്ക് തനിക്ക് വ്യക്തമായി ലഭിച്ച ദൈവവചനത്തിന് വിപരീതമായി തൻ്റെ തോന്നലുകളെയും വിശപ്പിനെയും പിന്തുടർന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതല്ലേ സത്യം. ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കുവാൻ യാക്കോബ് അവലംബിച്ച മാർഗത്തെ ഒരു വിധത്തിലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല. അവൻ ചതിവും വഞ്ചനയുമാണ് ഉപയോഗിച്ചത്. അത് തെറ്റുമാണ്. അവൻ്റെ സ്വഭാവം നിന്ദ്യമായിരുന്നു. ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും കാര്യത്തിൽ അബ്രഹാമും സാറായും കാണിച്ച മനോഭാവത്തിന് ഒരു പ്രതിവിധി ഉണ്ടാകാതിരിക്കുന്ന അതേ അവസ്ഥ പോലെ തന്നെ യാക്കോബും ഈ കാര്യത്തിൽ നിന്നും ഒരു നടയ്ക്കൊന്നും ഊരിപ്പോരില്ല എന്ന് പറഞ്ഞാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് സാരം. മുൻപോട്ട് പഠിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കും. യാക്കോബിൻ്റെ കൗശലവും ഉപായങ്ങളും ഒന്നും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധ്യമല്ല. ആരുടെയും കൗശലവും ഉപായവും ദൈവം ഉപയോഗിക്കുന്നില്ല. ദൈവം വളരെ വ്യക്തമായ വിധത്തിൽ ഈ മനുഷ്യനോട് ഇടപെടുന്നത് നാം കാണുവാൻ പോകുകയാണ്. യാക്കോബിന് തൻ്റെ പാപത്തിൻ്റെ അതേ നാണയത്തിൽ വില കൊടുക്കേണ്ടതായി വന്നു. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൽ തന്നെ നിങ്ങളത് കാണും. പലർക്കും ഒരു ചിന്തയുണ്ട്, അബ്രഹാം അങ്ങനെ ചെയ്തതിനാൽ, യാക്കോബ് ഇങ്ങനെ ചെയ്തതിനാൽ, ദാവീദ് അത് ചെയ്തതിനാൽ എനിക്കും അങ്ങനെ ചെയ്യാമല്ലോ എന്ന്. സുഹൃത്തെ, ചെയ്തോ എത്ര വേണേലും ചെയ്തോ, ആര് ചെയ്താലും പാപം തന്നെയാണ്. അത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. 26 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഏശാവിന് 40 വയസ്സായെന്നും അവൻ 2 ഹിത്യ സ്ത്രീകളെ വിവാഹം ചെയ്തു എന്നുമാണ്. ഈ കാര്യം ഇസഹാക്കിനും റിബേക്കയ്ക്കും പ്രയാസമായി. ഇപ്പോൾ മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് യാക്കോബ് ഹിത്യരിൽ നിന്നോ ഫെലസ്തീനിൽ നിന്നോ വിവാഹം
ചെയ്യാതിരിക്കണമെങ്കിൽ യാക്കോബിനെ ഇസഹാക്കിന് ഭാര്യയെ ലഭിച്ച് ഹാരാനിൽ അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് അയക്കണം എന്ന്. 27 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം നോക്കുമെങ്കിൽ അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുകയാണ്. ഇസഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്കു വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പന്റെ ഒരു പൂതി, ഈ ആഹാരം കൊടുത്തെങ്കിലേ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമാ? ഇസഹാക്ക് ശ്രേഷ്ഠനായ ഒരു വലിയ മനുഷ്യനായിരുന്നെന്ന് നാം കണ്ടതാണ്. ഞാൻ തന്നെ അത് പറഞ്ഞതാണ്. അബിമേലെക്കും ഫെലസ്തീനും ഇസഹാക്കിനെ ഭയപ്പെടുകയാൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുവാൻ അവന്റെ അടുത്ത് വന്നതായിരുന്നു. അവൻ ക്ഷമാശീലനും സമാധാനപ്രിയനുമായിരുന്നെങ്കിൽ തന്നെ ശക്തനും പ്രഗത്ഭനും കൂടിയായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ ഇപ്പോൾ വായിച്ച ഈ ഭാഗത്ത് അവൻ ജഡത്തിന്റെ ബലഹീനതയാണ് കാണിക്കുന്നത്. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇസഹാക്കിന്റെ ജീവകാലം മുഴുവനും ഏശാവായിരുന്നു അവന്റെ ഇഷ്ടപുത്രൻ. അതേസമയം റിബേക്കയുടെ ഇഷ്ടപുത്രൻ അറിയാമല്ലോ, യാക്കോബ്. ഏശാവ് കൂടുതൽ സമയവും വീട്ടിന് വെളിയിൽ ചെലവഴിച്ചിരുന്നു. അവൻ മടങ്ങി വരുമ്പോൾ വേട്ടയാടി പിടിച്ച മ്ലാവോ മുയലോ അതുപോലെ രുചികരമായ എന്തെങ്കിലും ഇറച്ചിയും കൊണ്ടാണ് വന്നിരുന്നത്. അതുമാത്രമല്ല, അത് രുചികരമായി പാകം ചെയ്യുവാനും അവനറിയാമായിരുന്നു. അവന്റെ അപ്പന് അത് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇസഹാക്ക് പടുവൃദ്ധനായി, കണ്ണും കാണത്തില്ല. അവന് തന്റെ ഇഷ്ടപുത്രനെ ഒന്ന് അനുഗ്രഹിക്കണം. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്വം ഇസഹാക്കിന് വളരെ വ്യക്തമായിട്ടറിയാമായിരുന്നു. എന്നാൽ ഇസഹാക്ക് ആ കാര്യത്തെ ഇപ്പോൾ മറികടക്കുകയാണ്. എന്തിനാണ് മറികടക്കുന്നത്? അറിയാമല്ലോ, നല്ല ഭക്ഷണം. അവന് ഏശാവിനെ അനുഗ്രഹിക്കുവാനാണ് താല്പര്യം. അവന് ഈ ആഹാരത്തോടുള്ള അമിതപ്രിയം വാസ്തവത്തിൽ അവന് തന്നെ ഒരു വിനയായിത്തീരുകയാണ്. അതുകൊണ്ട് അവൻ ഏശാവിനോട് പറയുന്നു, കുഞ്ഞ് വെളിയിൽ പോയി എന്തെങ്കിലും നല്ല ഇറച്ചി ഒന്ന് കൊണ്ടുവന്നേ, ഞാൻ അത് തിന്നിട്ട് അതുമൂലം നിന്നെ അനുഗ്രഹിക്കാം. ഈ കുടുംബത്തെക്കുറിച്ച് ലഭിക്കുന്ന എന്തൊരു വെളിപ്പാടാണിത്! വളരെ സ്വാർത്ഥമായ ഒരു നിലപാടാണ് ഇസഹാക്കിൻ്റേത്. ഇങ്ങനെയുള്ള അനേകരുണ്ട്. ഏതെങ്കിലും ഒരു സ്വഭാവ വൈകല്യം കാണും, ഒരു വീക്ക്നെസ്. അത് അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും. ചിലർക്കത് ഭക്ഷണമാണ്, ചിലർക്കത് മദ്യമാണ്, ചിലർക്കത് ഓരോരോ വിനോദങ്ങളാണ്. എന്തുമാകാം. അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ. ഭക്ഷണം വേണം, പക്ഷേ ദൈവഹിതത്തിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വിധത്തിൽ ഇതൊന്നുമാകരുത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ 2ാമത്തെ പ്രധാന ഭാഗത്ത് പ്രവേശിച്ചപ്പോൾ മുതൽ ഈ കുടുംബ വഴക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹാഗാറിനെ ചൊല്ലി അബ്രഹാമിന്റെ കുടുംബത്തിൽ വഴക്കായി. ഇവിടെ ഇതാ ഈ ഇരട്ടക്കുട്ടികൾ മൂലം കുടുംബത്തിൽ വലിയ പ്രശ്നം. 5 മുതലുള്ള വാക്യങ്ങൾ ഇസഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ട് ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു. ഞാൻ എന്റെ മരണത്തിന് മുമ്പ് തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കിത്തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ, നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ഇപ്പൊ ആകെ സംഗതി കുഴപ്പമാകുകയാണ്. ഇസഹാക്ക് ഏശാവിനോട് പറയുന്നത് റിബേക്ക ശ്രദ്ധിച്ചു. യാക്കോബായിരുന്നല്ലോ അവളുടെ പുനാരമോൻ. അതുകൊണ്ട് അവൾ ഈ ചതിയൻ പദ്ധതി ഇണക്കുകയാണ്. ഇത് തികച്ചും നീചവും നിന്ദ്യവുമായ പ്രവൃത്തിയായിരുന്നു. യാതൊരു കാരണവശാലും മാപ്പർഹിക്കുന്ന കാര്യമല്ലായിരുന്നു ഇത്. ദൈവം ചരിത്രമായി ഇവിടെ ഇത് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ അവൻ ഇതിനെ കുറ്റം വിധിക്കുവാൻ പോകുകയാണ്. ഓർക്കുക, ഇവിടെ ചെയ്തതായ ഈ കാര്യങ്ങൾക്കെല്ലാം ശരിയായ തിരിച്ചടി ഉണ്ടായി. നാം അത് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ കാണുന്നതാണ്. തുടർന്ന് റിബേക്ക അവനോട് പറഞ്ഞ കാര്യങ്ങൾ വായിക്കുക. ഏതായാലും അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾക്കെല്ലാം തങ്ങളുടേതായ ഓരോ പരിഹാരങ്ങളും അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ആട്ടിൻ തോലും പുതച്ച് യാക്കോബ് അപ്പന്റെ അടുത്തേക്ക് പോവുകയാണ്. കൊടും ചതിയല്ലേ ഇവിടെ കാണുന്നത്? ദൈവഹിതം അറിഞ്ഞിട്ടും അത് അനുസരിക്കാതെ തന്റെ ജഡത്തിനനുസരിച്ചു പോയ ഇസഹാക്കിന് വേറൊരു ചതിയാൽ തിരിച്ചടി കിട്ടി. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കുടുംബത്തിൽ മാതാവും പിതാവും ഒത്തൊരുമിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത പക്ഷം ഒരിക്കലും കുട്ടികളെ ശരിയായ മാർഗത്തിലും ശിക്ഷണത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. പല ഭവനങ്ങളിലും ഇതിനൊരു വേദിയില്ല. പലയിടത്തും ഇതൊരു തമാശ പോലെയാണ്. മോനെ, മക്കൾക്ക് പപ്പായോടാണോ മമ്മിയോടാണോ കൂടുതൽ ഇഷ്ടം? പല ഭവനങ്ങളിലും കുഞ്ഞുങ്ങളെ തെറ്റിക്കാറുണ്ട്. അപ്പൻ ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ കാര്യം മക്കൾ അമ്മയുടെ ശുപാർശയാൽ നേടിയെടുക്കുന്നത് മിക്ക ഭവനങ്ങളിലും പതിവാണ്. അതുകൊണ്ടെന്താ? അപ്പനെയും അമ്മയെയും മക്കൾ ഇന്ന് കുരങ്ങ് കളിപ്പിക്കുകയാണ്. അവർക്കറിയാം
സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷേ ഈ പ്രായമായ മാതാപിതാക്കൾക്കറിയില്ല. പല ഭവനങ്ങളിലും മക്കൾ കേൾക്കെ മാതാപിതാക്കൾ തട്ടിവിടാറുണ്ട്, ഇവിടുത്തെ മോൾ പപ്പായുടെ പുന്നാരയും മകൻ മമ്മിയുടെ കുട്ടനുമാണെന്ന്. സുഹൃത്തെ, ഒരു കുടുംബത്തെ തകർക്കാൻ ഈ വിധത്തിലുള്ള സംസാരങ്ങൾ ധാരാളമാണ്. നിങ്ങൾക്ക് കളിയായിരിക്കും, പക്ഷെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്കത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇതാ ഇസഹാക്കിന്റെ കുടുംബാന്തരീക്ഷം കലുഷിതമാകുന്നു. കാരണക്കാർ ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ മമ്മിയുടെ നിർദ്ദേശമനുസരിച്ച് യാക്കോബ് ഏശാവായി, ആട്ടിറച്ചി വേട്ടയിറച്ചിയായി. ഇപ്പോൾ ഇസഹാക്കിന്റെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുകയാണ്. 18 മുതലുള്ള വാക്യങ്ങൾ. അവൻ അപ്പന്റെ അടുക്കൽ ചെന്നു. അപ്പാ എന്ന് പറഞ്ഞതിന്, ഞാൻ ഇതാ, നീ ആര് മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന് എന്റെ വേട്ടയിറച്ചി തിന്നെന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസഹാക്ക് തന്റെ മകനോട്, മകനെ, നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചതിന്, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്കും വരുത്തിത്തന്നു എന്ന് അവൻ പറഞ്ഞു. ഈ കുട്ടി ഈ സ്ഥാനത്ത് എങ്ങനെ ഇരിക്കുന്നെന്നറിയാമോ? അതെ, നല്ല ഭക്തി നിറഞ്ഞ ഒരു തട്ടിപ്പുകാരൻ, ഭക്തനായ ഒരു തട്ടിപ്പുകാരനെന്നോ? അതെ, അതാ ഞാൻ പറഞ്ഞത്. അവിടെയാണല്ലോ തട്ടിപ്പ് അധികം നടക്കുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഇന്ന് ഇത്തരം തട്ടിപ്പുകാർ വളരെയുണ്ട് എന്നതാണ് വാസ്തവം. ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഭക്തിയുടെ പേരിലുമാണല്ലോ ഇന്ന് ഏറ്റവും അധികം വഞ്ചനയും തട്ടിപ്പും നടക്കുന്നത്. ഞാൻ ഏത് മതമെന്ന് പറഞ്ഞില്ല, ഏത് ദൈവമെന്ന് പറഞ്ഞില്ല. ആ പേര് പറഞ്ഞാൽ ആരും സംശയിക്കുകയില്ല. സംശയിച്ചാൽ തന്നെ പേടികൊണ്ട് മിണ്ടാതിരിക്കും. ചിലർക്കെങ്കിലും ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടുളവാക്കും എന്നെനിക്കറിയാം. എന്നാൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ അസാധാരണമായ പല കാര്യങ്ങളും ചെയ്യുവാൻ ഈ ഭക്തരെ തന്നെ ദൈവം നടത്തുന്നത് കാണാം. ഏത് ദൈവമാണെന്നുള്ള സംശയമേ എനിക്കുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇപ്രകാരമുള്ള തട്ടിപ്പ് നടത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നാൽ പലരുടെയും ചിന്ത ഭക്തിയുടെ മറവിൽ അവർക്കത് ചെയ്യാമെന്നത്രേ. അവർ പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് ദൈവം പറഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്യുവാൻ പോകുന്നതെന്നാണ്. പൈസ പിരിക്കാൻ ദൈവം പറഞ്ഞു, കെട്ടിടമുണ്ടാക്കാൻ ദൈവം പറഞ്ഞു, വലിയ വലിയ കോളേജും യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ടാക്കുവാൻ ദൈവം പറഞ്ഞു. അവരുടെ സൗകര്യത്തിന് ദൈവം പറയുന്നതാ രസം. ദൈവത്തിന് വേറെ ഒരു ജോലിയും ഇല്ലാത്തതുപോലെ. ഈ സാഹചര്യത്തിൽ യാക്കോബ് ഒരു ഭക്തനായ തട്ടിപ്പുകാരനായിരിക്കുന്നു. ഈ ചതിയുമായി ദൈവത്തിന് ഒരു ബന്ധവുമില്ല. ചിലർ ചിന്തിക്കാറുണ്ട് തന്റെ ലക്ഷ്യം സാധിച്ചെടുക്കുവാനായി ദൈവം ഇങ്ങനൊക്കെ ചെയ്തതാണെന്ന്. യാക്കോബ് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന്. സുഹൃത്തെ, ദൈവനാമത്തിൽ നിങ്ങൾ തട്ടിപ്പ് നടത്താറുണ്ടോ? ഒരുപാട് ന്യായീകരണം ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ ദൈവനാമം ഉപയോഗിച്ചാൽ അത് വഞ്ചനയാണ്. എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇസഹാക്കിന് മനസ്സിലായി. എന്നാൽ ഇസഹാക്കിനെ ശരിക്കും അറിയാമായിരുന്ന റിബേക്ക എല്ലാം ഭംഗിയായി ക്രമീകരിച്ചിരുന്നു. 28ഉം 29ഉം വാക്യങ്ങളാണ് ഞാൻ ഇനിയും വായിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്കും നീ പ്രഭുവായിരിക്കാം. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. വാസ്തവത്തിൽ ഇസഹാക്ക് തനിക്ക് ലഭിച്ചിരുന്ന അനുഗ്രഹമാണ് യാക്കോബിന് കൊടുത്തത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് കൈമാറുകയായിരുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ഈ അനുഗ്രഹം യാക്കോബിന് അവകാശപ്പെട്ടത് തന്നെയായിരുന്നു എന്നതാണ്. യാക്കോബിനാണ് അത് ചെല്ലേണ്ടതെന്ന് ദൈവം നേരത്തെ അരുളി ചെയ്തതായിരുന്നു. ഇതിപ്പോൾ ഇസഹാക്ക് ഈ പറഞ്ഞതുപോലെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. ദൈവം തന്നെ നേരിട്ട് കൊടുത്തതാ. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. ഈ ചതി ദൈവം അംഗീകരിക്കുന്നതേ ഇല്ല. 30 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, 33 വരെ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവന്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു. അവനും രുചികരമായ ഭോജനം ഉണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അപ്പനോട് അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, നീ ആർ എന്ന് ചോദിച്ചതിന്, ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ? നീ വരും മുമ്പ് ഞാൻ സകലവും തിന്നു, അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞു. ഇപ്പോൾ ചിലർക്കൊരു സംശയമുണ്ടാകാം, അതായത് ഈ വേട്ടയിറച്ചി ആട്ടിറച്ചി പോലെ ഇരിക്കുമോ എന്ന്. മിക്കവാറും അത് അങ്ങനെ തന്നെയാണ്. ചില കാട്ടിറച്ചിക്ക് വ്യത്യസ്തമായ രുചിയുണ്ടാകും. ഏതായാലും താൻ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് ഇസഹാക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഏശാവ് ആകെ തകരുന്നു.
അവൻ പൊട്ടിക്കരയുന്നു. എന്തെങ്കിലും അനുഗ്രഹത്തിനു വേണ്ടി അവൻ കേണപേക്ഷിക്കുന്നു. ആ നിലവിളിക്ക് ഒരു മറുപടിയുമില്ലായിരുന്നു. വാസ്തവത്തിൽ അവൻ നേരത്തെ തന്നെ ഈ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇനിയും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വേറൊരു കാര്യം, ഇസഹാക്ക് ഇപ്പോൾ കാര്യം മനസ്സിലാക്കി. ഇസഹാക്കിന് വേണമായിരുന്നെങ്കിൽ അവൻ എന്നെ ചതിച്ചതാണ്, ഞാൻ അവനെ ശപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശാപവാക്കുകൾ പറയാമായിരുന്നു. അതവൻ ചെയ്തില്ല. അവൻ മനസ്സിലാക്കി താൻ ചെയ്തത് തെറ്റാകുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ ആരെ അനുഗ്രഹിച്ചോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന്. അവൻ ഒരിക്കലും ആ വാക്ക് മാറുന്നില്ല. തന്റെ തെറ്റവൻ മനസ്സിലാക്കിയതിന്റെ ഒരു നല്ല തെളിവാണത്. 41 വാക്യത്തിൽ, തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ഏശാവ് ഇപ്പോൾ ചിന്തിക്കുന്നത്, തന്റെ പിതാവിന് പ്രായമായി, അവൻ ഇനിയും അധികം നാൾ ജീവിച്ചിരിക്കില്ല, തന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ താൻ യാക്കോബിനെ വകവരുത്തും എന്നാണ്. ഇതായിരുന്നു അവന്റെ ചിന്ത. സത്യത്തിൽ അവനത് മറ്റുള്ളവരോട് പറഞ്ഞു കാണും. അതുകൊണ്ട് 42 43 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മൂത്ത മകനായി ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായി യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ചു. അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോക. ഇവിടെ ഇതാ റിബേക്ക സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തത്രപ്പെടുന്നു. ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവൾ പഠിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അവൾ യാക്കോബിനോട് പറയുന്നു, നീ വീട് വിട്ടേ മതിയാകൂ കുഞ്ഞേ. ഈ സംഭവത്തിൽ അവളുടെ പങ്കിന്റെ ശിക്ഷ അവൾ വാങ്ങിയേ തീരൂ. ഇത് അവൾ അറിയുന്നുപോലുമില്ല. അവൾ തന്റെ ഇഷ്ടപുത്രനെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അവൾ പറഞ്ഞത്, കുറെ നാളത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു എന്നാണ്. എന്നാൽ അതൊരു നീണ്ട കാലയളവായിപ്പോയി. അവൻ തിരികെ വരുന്നതിന് മുൻപ് റിബേക്ക മരിച്ചു. ഈ ഭവനത്തിന്റെ അന്തരീക്ഷം ഓർത്തിട്ട് തന്നെ ശ്വാസം മുട്ടുന്നില്ലേ? ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ യാക്കോബ് റിബേക്കയുടെ ഇഷ്ടപുത്രനായിരുന്നു. അവൻ അവളുടെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് റിബേക്ക ആഗ്രഹിച്ചു. ഇവിടെ എത്ര യാക്കോബ് തന്റെ പാഠം പഠിക്കുവാൻ പോകുന്നത്. അവൻ അവിടെ തനിയെ കയറി ചെന്ന് ഇതുവരെ ചെയ്ത തെറ്റുകളുടെ എല്ലാം ശിക്ഷ വാങ്ങുവാൻ പോകുകയാണ്. നമ്മുടെ ഈ ലാബാനമ്മാവൻ യാക്കോബിനെ ഒരു നല്ല സ്കൂളിലിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ പോകുകയാണ്. യാക്കോബ് ചിന്തിച്ചത് നല്ല നല്ല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ തന്നെപ്പോലെ മിടുക്കൻ വേറെ ആരും ഇല്ലെന്നായിരുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്നെ ആരും ഒന്നും കാണിക്കാനില്ല, അവൻ മനസ്സിൽ കാണുന്നതിന് മുൻപ് ഞാൻ മരത്തിൽ കാണും, ഏതവനെയും കുറുക്കാൻ എനിക്കറിയാം. അതേ സുഹൃത്തെ, ലാബാന്റെ സ്കൂളിൽ കൂടി നിങ്ങൾ പോകുമ്പോൾ വാലും ചുരുട്ടി ഓടുന്നത് കാണാം. ലാബാൻ തന്ത്രങ്ങളുടെ ആശാനാണ്. പാവം യാക്കോബ് താൻ ഒന്നുമില്ല എന്ന് അവൻ താമസിയാതെ കാണും. അവൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് കരയുവാൻ പോകുകയാണ്. കൗശലക്കാരുടെ അഥവാ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരുടെ അനുഭവമാണിത്. ഇത് നമുക്കൊരു പാഠമാകട്ടെ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഞെളിഞ്ഞു നടന്നാൽ ഓർത്തോണം, ഒരു ദിവസം അതിന്റെ പലിശ സഹിതമിഞ്ഞ് തിരികെ വരുമെന്ന്. 44 45 വാക്യങ്ങളിൽ, നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്കാം. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കാം. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതാകുന്നത് എന്തിന്? ഒരു കുടുംബജീവിതത്തിന്റെ പാളിച്ചകളിൽ ചിലത് ഈ ഭാഗത്ത് നാം വ്യക്തമായി കാണുന്നു. എന്തൊരു വേദന, എത്ര വലിയ സംഘർഷം! ഇതൊക്കെയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ട വിധത്തിൽ ആശയവിനിമയം നടത്താത്തതിന്റെ കുഴപ്പങ്ങളല്ലേ? അവൾ പറഞ്ഞു തന്നെ ശ്രദ്ധിച്ചോ, അവൾ യാക്കോബിനെ കുറെ നാളത്തേക്ക് അയക്കുമെന്ന്. കുറെ ദിവസങ്ങൾ, 20 വർഷങ്ങളായി നീണ്ടു ആ കുറെ നാൾ എന്നതാണ് സത്യം. ആ ഇടവേളയിൽ റിബേക്ക തന്റെ പൊന്നുമോനെ കാണാതെ മരിച്ചു. അവൾ അവനെ പിന്നൊരിക്കലും കണ്ടിട്ടില്ല. യാക്കോബ് പോയതിനു ശേഷം ആ ഭവനത്തിന്റെ അന്തരീക്ഷം നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാമോ? അമ്മയെ ഒട്ടും കരുതാത്ത ഏശാവും അവന്റെ ഭാര്യമാരും. റിബേക്ക തീ തിന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതിന് സംശയമില്ല. അതേ സുഹൃത്തെ, ദൈവഹിതം അന്വേഷിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെടാത്ത സകല കുടുംബങ്ങളും സകല ജീവിതങ്ങളും തീ തിന്നുകയാണ്. പല കാര്യങ്ങളിലും നമുക്ക് എടുത്തുചാട്ടമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പക്ഷേ കാത്തിരിക്കാൻ എന്നെക്കൊണ്ടാവില്ല. ഞാൻ എന്റെ വിധത്തിൽ കാര്യങ്ങൾ അങ്ങ് ചെയ്യുക. മാത്രവുമല്ല, ശ്രമിച്ചാൽ എനിക്ക് ചെയ്തെടുക്കുവാനുള്ളതല്ലേ ഉള്ളൂ. അതിനാൽ ഞാൻ തന്നെ പരിശ്രമിച്ചു കളയാം എന്ന ചിന്തയോടുകൂടെ തെറ്റ് ചെയ്യുക. സുഹൃത്തെ, ഇങ്ങനെ എത്രയെത്ര പ്രാവശ്യം നിങ്ങൾ എടുത്തു ചാടി ദൈവത്തിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും ദൂരെ പോയി. പിതാവും മാതാവും 2 വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ തകരുന്ന മക്കൾ,
ഒരു കാര്യം നേടിയെടുക്കുവാൻ അവലംബിക്കുന്ന മാർഗത്തെ അതിന്റെ അന്ത്യം കൊണ്ട് ന്യായീകരിക്കുവാൻ, അതിന്റെ ഫലം കൊണ്ട് ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവരുടെ സ്ഥിതിയാണിത്. എനിക്ക് തടസ്സമായി നിൽക്കുന്ന വ്യക്തിയെ ഏത് വിധേനയും നശിപ്പിക്കുക. കാര്യം കാണുക, അവൻ എങ്ങനെയെങ്കിലും നശിക്കുന്നത് വരെ കാത്തിരിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. ദൈവം പറഞ്ഞിട്ടൊക്കെയുണ്ട്, പക്ഷേ എത്ര നാളെന്ന് കണ്ടാൽ ഞാൻ കാത്തിരിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്ന അനേകർക്കും റിബേക്കയുടെയും യാക്കോബിന്റെയും ജീവിതങ്ങൾ ഒരു വലിയ പാഠമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവഹിതമല്ലാത്ത ഒരു മാർഗവും ഞാൻ അവലംബിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി കാണില്ല സുഹൃത്തെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. കള്ളം പറഞ്ഞും കൈക്കൂലി കൊടുത്തും കൈക്കൂലി വാങ്ങിയും ശുപാർശ ചെയ്തും ഒക്കെ കാര്യം കണ്ടിട്ട് അത് നന്മയ്ക്കായി പരിണമിച്ചു എന്ന് പറയരുത്. അത് ദൈവത്തിന്റെ മാർഗമല്ല. ദൈവം അതൊട്ട് അംഗീകരിക്കുകയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നാം അനുഭവിച്ചേ മതിയാകും. ദൈവഹിതപ്രകാരമുള്ള ഒരു വിശുദ്ധ ജീവിതമാണ് ദൈവം തന്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും വേണ്ട സുഹൃത്തെ. എത്ര നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തെറ്റാണ്. അത് ദൈവം കണ്ണടച്ച് വിടില്ല. സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ദൈവഹിതപ്രകാരം മാതാവും പിതാവും ഒത്തൊരുമിച്ച് മക്കളെ വളർത്തൂ. ഒരിക്കലും പിതാവ് വേണ്ട എന്ന് പറയുന്നതിനെ മാതാവ് സാരമില്ല ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അനുമതി നൽകരുത്. എല്ലാ കാര്യത്തിലും മാതാവും പിതാവും ഒരേ അഭിപ്രായത്തിലായിരിക്കുക. മാത്രമല്ല, മാതാവും പിതാവും തമ്മിൽ ശരിയായ ആശയവിനിമയം നടത്തേണ്ടതാണ്. അതേ സുഹൃത്തെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അമൂല്യ നിധികളാണ്. അവരുടെ കാര്യവിചാരകരായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അവരെ മാതൃകാപരമായി വളർത്തി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി തീർക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിൽ നമ്മെ സഹായിക്കുന്നത് ദൈവമാണ്. അവിടുത്തെ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ അവിടെയാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഒരു വാക്യം കൂടി ഈ അധ്യായത്തിലുണ്ടല്ലോ, ഞാനൊന്ന് വായിക്കാം. പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഏശാവ് ദൈവമില്ലാത്ത വിജാതീയരായ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നു. ഈ പ്രശ്നം ഭവനത്തിൽ വലിയ വേദന വരുത്തിക്കൊണ്ടുവരികയാണ്. റിബേക്ക ഈ കാര്യത്തിൽ ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. അവൾ ആകെ പ്രശ്നത്തിലാണ്. ഇപ്പോൾ അവൾ ഇസഹാക്കിനോട് പറയുകയാണ്, യാക്കോബും ഇങ്ങനെ ഇവിടെ കഴിഞ്ഞാൽ അവനും ഇതേ കാര്യം ചെയ്യുമെന്ന്, അതായത് ആ നാട്ടിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുമെന്ന്. ഏശാവിൽ നിന്നും യാക്കോബിനെ രക്ഷിക്കുവാൻ ഇതൊരു ഉപാധിയായി റിബേക്ക കാണുകയുമാണ്. അതുകൊണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ആലോചനായോഗം ഇപ്പോൾ വീട്ടിലുണ്ടാകുക. ഇവിടെയും റിബേക്ക തന്റേതായ ലക്ഷ്യം സാധിക്കുവാനുള്ള പരിപാടിയാണെന്ന് ഓർക്കണം. അതായത് യാക്കോബിനെ റിബേക്കയുടെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് അയക്കുവാൻ അവൾ ചിന്തിക്കുന്നു. അബ്രഹാം തന്റെ ദാസനെ അയച്ചത് ഓർക്കുന്നില്ലേ? ഇവിടെ ഇപ്പോൾ യാക്കോബിന്റെ ജീവനും രക്ഷിക്കാം, വിവാഹവും നടക്കും. ഇതത്ര റിബേക്ക ചിന്തിക്കുന്നത്. പ്രിയ സുഹൃത്തെ, മനുഷ്യന്റെ വഴികൾ എത്രമാത്രം വളഞ്ഞവയാകുന്നു. നേരായ പാതകളിൽ മാത്രമാണ് ദൈവം നമ്മെ നടത്തുന്നത്. ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബാന്തരീക്ഷം ദൈവഹിതപ്രകാരമാകട്ടെ. കുടുംബ പ്രാർത്ഥന ഭവനത്തിൽ ഏറ്റവും അത്യാവശ്യമാകുന്നു എന്ന് ഓർക്കുക. ദിവസം 2 പ്രാവശ്യം അത് നമുക്ക് ചെയ്യുവാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ഏറ്റവും കുറഞ്ഞത് 1 പ്രാവശ്യം. മാത്രമല്ല, കുടുംബമായി ദൈവവചനം പഠിക്കുവാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമയമെടുക്കണം. നാം പഠിച്ച കാര്യങ്ങൾ പ്രയോജനകരമായിരുന്നുവല്ലോ. കുടുംബം സന്തുഷ്ടമാക്കുവാൻ സഹായകമായ എത്ര നല്ല നല്ല ആലോചനകളാണ് നാം ഇന്നത്തെ പാഠത്തിലൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കുടുംബാന്തരീക്ഷം ദൈവഹിതപ്രകാരമാകട്ടെ. ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന് നാം എഴുതി തൂക്കിയിരിക്കുന്നത് അതേ അർത്ഥത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദിനംതോറുമുള്ള കുടുംബ പ്രാർത്ഥന നമ്മുടെ ഭവനത്തിൻ്റെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഓർക്കുക. രാവിലെയും വൈകിട്ടും കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ അതാണ് ഉത്തമം. അങ്ങനെ പ്രയാസമാണെങ്കിൽ 1 പ്രാവശ്യം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അതുപോരാ, കുടുംബമായി ദൈവവചനം പഠിക്കുവാൻ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും സമയം മാറ്റിവെക്കണം. നിങ്ങൾ അങ്ങനെ താല്പര്യപ്പെടുന്ന പക്ഷം ഈ പഠനം, അതായത് ജീവസന്ദേശ പഠനം, അതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതെങ്ങനെ ലഭ്യമാക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഈ കാര്യത്തിൽ ഓരോ കുടുംബത്തെയും സഹായിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു സമൂഹത്തിൻ്റെ നട്ടെല്ലാണ് കുടുംബം. കുടുംബം തകർന്നാൽ സകലവും തകരും. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ വന്നാൽ എല്ലായിടത്തും അസ്വസ്ഥമാകും.
സ്വസ്ഥതയില്ലാത്തൊരു കുടുംബത്തിൽ പാർക്കുന്നത് എത്രയോ ഭയാനകമാണ്, ഭാരമാണ്. ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഭാര്യയും ഭർത്താവും, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, അമ്മാവിയമ്മയെ അമ്മയായി കാണുവാൻ കഴിയാത്ത മരുമകൾ, മരുമകളെ സ്വന്തം മകളായി കാണുവാൻ കഴിയാത്ത അമ്മമാർ, ഈ ബന്ധങ്ങളെല്ലാം തകർത്തിട്ട് നാം എന്ത് നേടാനാണ് സുഹൃത്തെ? ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നാം പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രായോഗികമാക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് നിനക്കുള്ള താല്പര്യത്തിനായി സ്തോത്രം. അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങളായി തീരുവാൻ, അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. അവിടുത്തെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ തീർക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സമൂഹത്തിൽ ഞങ്ങൾ മാതൃകയുള്ളവരായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ അവരുടെ കുടുംബത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ കർത്താവെ, ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയപരിശോധന ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തുവാൻ, നിന്നിൽ ആശ്രയിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.